Okay, good afternoon. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് 1 എന്ന എക്സ്പെരിമെൻ്റ് ആണ്. നമ്മൾ ആദ്യത്തെ 2-3 ക്ലാസ്സുകളിൽ പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് 2 എന്ന ഒരു എക്സ്പെരിമെൻറ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഓർക്കുന്നുണ്ടോ? ഓക്കെ, സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. എയിമൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് വ്യത്യാസമാണ്. നമ്മൾ ഇപ്രാവശ്യം ഒരു സ്പെക്ട്രോമീറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ പിന്നെ നമ്മൾ പഠിച്ച എക്സ്പെരിമെൻ്റ് ആണ്, തിയറിയൊക്കെ പഠിച്ചതാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിനു മുമ്പ് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളിപ്പോൾ റെക്കോർഡ് ഓരോ എക്സ്പെരിമെൻറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ റെക്കോർഡ് ഒന്ന് എഴുതി വെക്കണം. സോ ഞാൻ ഈ PHL 120 എന്നുള്ള ഫിസിക്സ് വർക്ക്ഷോപ്പിൻ്റെ ലിൻവേസിൽ അസൈൻമെൻറ്റ് 1 ആയിട്ട് ഈ റെക്കോർഡ് സബ്മിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിൽ അടുത്ത ആഴ്ച ലാബിൽ വരുന്നതിന് മുമ്പ് എല്ലാവരും ഇതുവരെ ഡിസ്കസ് ചെയ്ത എക്സ്പെരിമെൻറ്റ് ജസ്റ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ലാബ് മാനുവൽ, അല്ലെങ്കിൽ ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെ തിയറിയും പ്രിൻസിപ്പിളൊക്കെ ഇൻവേസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കോഴ്സ് മെറ്റീരിയലിൽ. സോ അത് നോക്കിയിട്ട് റെക്കോർഡിൻ്റെ രൂപത്തിലൊന്ന് എഴുതണം, എന്നിട്ട് അതിൽ അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ലേസർ 1 എന്ന എക്സ്പെരിമെൻറ്റ് ഇപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല, അത് കഴിഞ്ഞിട്ട് അത് ആവശ്യമുണ്ടെങ്കിൽ എഴുതാം. സോ ലേസർ 1 ഒഴികെയുള്ള ബാക്കി എല്ലാ എക്സ്പെരിമെൻറ്റും നിങ്ങൾക്ക് അറിയാം റെക്കോർഡ് എങ്ങനെ എഴുതണമെന്ന് അറിയാം. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എന്തൊക്കെ എഴുതുന്നുണ്ട്, ഫിഗർ എവിടെ വരയ്ക്കണം എന്നൊക്കെ അറിയാലോ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് 6 എക്സ്പെരിമെൻറ്റ് ആയില്ലേ. സോ ലേസർ 1 കൂടി ഒഴിവാക്കുമ്പോൾ 5 എക്സ്പെരിമെൻറ്റ്സ്. സോ 5 എക്സ്പെരിമെൻറ്റ് ലേസർ 1 ഒഴികെ 5 എക്സ്പെരിമെൻറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ജസ്റ്റ് ഇൻവേസിൽ നോക്കിയിട്ട് അതേപോലെ എഴുതിയെടുത്താൽ മതി. അല്ലെങ്കിൽ വേറെ ലാബ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്സ് ലാബ് മാനുവൽ ഉണ്ടെങ്കിൽ ഇതേ എക്സ്പെരിമെൻറ്റിൻ്റെ ഒക്കെ തിയറിയും പ്രിൻസിപ്പിളും എയിമും പിന്നെ റിസൾട്ട് ഒബ്സർവേഷൻ കോളം വരയ്ക്കണം നിർബന്ധമില്ല, അത് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ വരച്ചാലും മതി. പക്ഷേ ഫിഗറൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുക. സോ എന്തായാലും അടുത്ത ആഴ്ചയൊക്കെ സ്റ്റാഫ് എന്തായാലും കോളേജിൽ പോകേണ്ടി വരും. സോ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലാബ് ചെയ്യാൻ പറ്റും, കുറച്ച് കഴിയുമ്പോൾ എന്തായാലും കുട്ടികൾക്കും വരാൻ പറ്റും. സോ നിങ്ങൾ റെക്കോർഡ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് അസൈൻമെൻറ്റ് വെക്കാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ റെക്കോർഡ് എഴുതുന്നുണ്ട്, അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം. അതായത് ലാബിൽ വരുമ്പോൾ പെട്ടെന്ന് ഒബ്സർവേഷൻ ഒക്കെ എടുക്കുക, റിസൾട്ട് എഴുതുക. സോ അത് പ്രത്യേകിച്ചൊരു പണിയാവില്ല. ഓക്കെ, കൂടാതെ അത് വൈവയുടെ മാർക്കായിട്ടും അസൈൻമെൻറ്റ് മാർക്കായിട്ടും സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വോയിസ് ഓണാക്കി തന്നെ ചോദിക്കുക. കാരണം ഞാൻ വൈറ്റ് സ്ക്രീനിലാണല്ലോ എഴുതുന്നത്. വൈറ്റ് സ്ക്രീനിൽ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ചാറ്റ് ബോക്സ് കാണാൻ പറ്റൂല. സോ ചാറ്റ് ബോക്സിൽ എന്താ വരുന്നതെന്ന് പിന്നെ ഞാൻ വന്ന് നോക്കിയാലേ കാണാൻ പറ്റും. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ വോയിസ് ഓണാക്കി തന്നെ ചോദിക്കുക, അപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റും. സോ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ മറ്റേ സ്പ്ലിറ്റ് സ്ക്രീനൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചാറ്റ് ബോക്സ് മാത്രം കൊണ്ട് വൈറ്റ് സ്ക്രീനിൽ വെക്കാൻ പറ്റും, പക്ഷെ അത് നിങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റും, അത് സ്ക്രീൻ മിററിംഗ് ഒക്കെ വരും തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാതെ. ഓക്കെ, സോ ഡൗട്ട് ഉണ്ടെങ്കിൽ വോയിസ് ഓൺ ആക്കി തന്നെ ചോദിക്കാം. ഓക്കെ, സോ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, പ്രസൻറ്റേഷൻ കാണുന്നുണ്ടെന്നാണ് വിചാരം. സോ എന്തെങ്കിലും ലാഗ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറയാം. ഓക്കെ, so today we are discussing about plane transmission grating 1. What is the aim of the experiment? The aim of the experiment is to determine the wavelength of a monochromatic source of light by arranging the grating for normal incidence. It is the same aim. Plane transmission grating 2 എന്ന എക്സ്പെരിമെൻ്റ് എയിമും ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഒരു ലേസർ സോഴ്സ് വെച്ച് എന്ത് ചെയ്യുന്നു, ഒരു ഗ്രേറ്റിംഗ് ഇൻസിഡൻറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പം then there will be a diffraction pattern, and using that diffraction pattern we derived or we predicted what is the wavelength of laser source. ലേസർ സോഴ്സിന്റെ വേവ് ലെങ്ത് എന്താണ് നമ്മൾ ഗ്രേറ്റിംഗ് ഇക്വേഷൻ വെച്ച് പ്രഡിക്റ്റ് ചെയ്തു. പക്ഷെ നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് നിഹാരിക എത്ര എക്സ്പെരിമെന്റ് എടുത്തു? ഞാൻ 6ാമത്തെ എക്സ്പെരിമെന്റ് അല്ലേ ഇപ്പൊ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് എന്തേ ചോദിക്കാണ്ടെങ്കിൽ വോയിസ് ഓൺ ആക്കി തന്നെ ചോദിക്കാം. ഞാനിപ്പം ജസ്റ്റ് സൗണ്ട് എന്തോ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടാണ് തിരിച്ച് ചാറ്റ് ബോക്സിലേക്ക് പോയത്. സോ വോയിസ് ഓൺ ആക്കി തന്നെ ചോദിക്കാം. സോ നേരത്തെ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. എക്സ്പെരിമെന്റ് ഞാൻ ലേസർ 1 എന്നുള്ള എക്സ്പെരിമെന്റ് ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും
റെക്കോർഡ് എഴുതുക, റെക്കോർഡ് എഴുതി തുടങ്ങുക. ഓക്കെ. So when we are studying about the experiment plane transmission grating 2, we use a laser source. We use a laser source and incident on a plane transmission grating, and we'll get first principal maxima, second principal maxima, and measuring the bandwidth of the spectrum or this principal maximas, we derive what is the wavelength of laser source. എന്താ നമ്മൾ ഉപയോഗിച്ച ലേസർ സോഴ്സിന്റെ വേവ് ലെങ്ത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ആ എക്സ്പെരിമെന്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ പാഠം എടുത്തിട്ടേ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ല. സോ ഗ്രേറ്റിംഗ് ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് വൺ എന്ന എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ we know what is the theory of this experiment. We know how a diffraction pattern is formed when monochromatic light source is incident on a plane transmission grating. And we know that what is a plane transmission grating. എന്താണ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് എന്ന് അറിയാം. Grating is a collection of opaque lines in a transparent glass plate. Transparent glass plate le equidistant ആയിട്ട് opaque lines വരയുന്നതാണ് എന്ത്, ഒരു പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ്. സോ when light is incident to it, when a monochromatic light source is incident on a diffraction grating, what happens? The light get diffracted in all direction. So as a result we can see a diffraction pattern. Okay. And the apparatus used in this experiment is spectrometer. What is a spectrometer? So spectrometer കാണിക്കാൻ വേണ്ടി ഞാൻ വേറൊരു ഇത് വേറൊരു യൂണിവേഴ്സിറ്റിയുടെ സ്ലൈഡാണ് എക്സ്പെരിമെന്റിന്റെ, ഇത് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗിന്റെ തന്നെ. ഓക്കെ. സോ ഹിയർ വി ഹാവ് സ്പെക്ട്രോമീറ്റർ. ദിസ് ഈസ് ദ സ്പെക്ട്രോമീറ്റർ. ഓക്കെ. ദിസ് എക്യുപ്മെന്റ് ഈസ് കോൾഡ് സ്പെക്ട്രോമീറ്റർ. ദാറ്റ് മീൻസ് ലൈറ്റ് ഈസ് ഇൻസിഡന്റ്, ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കൊളിമേറ്ററിലൂടെ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നു. ഇവിടെ പ്രിസമാണ് വെച്ചിരിക്കുന്നത്. സ്പെക്ട്രോമീറ്റർ ഇസ് എ എക്യുപ്മെന്റ് യൂസ്ഡ് ഫോർ എക്സാമിനിങ് എ സ്പെക്ട്രം. ഓക്കെ. സ്പെക്ട്രം ഉണ്ടാക്കുന്ന ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ഗ്രേറ്റിംഗ് മാത്രമല്ലല്ലോ. നമ്മൾ പറഞ്ഞു പ്രിസത്തിനും എന്ത് ചെയ്യാൻ പറ്റും, ലൈറ്റിനെ അതിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്പെക്ട്രം ഉണ്ടാക്കാൻ പറ്റും. സിമിലർലി പ്രിസത്തിനും പറ്റും, ഗ്രേറ്റിംഗിനും പറ്റും. സോ അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രിസം വെച്ചിരിക്കുന്നത്. if we want grating, if we are conducting the grating plane transmission grating experiment, we place a diffraction grating in the place of this prism. So only understand that, മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. നമ്മൾ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യിക്കുന്നു, പ്രിസത്തിൽ തട്ടി, ഇവിടെ പ്രിസത്തിൽ തട്ടി പല ആംഗിളിലും ഡിഫ്രാക്ട് ചെയ്യുന്നു. അവിടെയാണെങ്കിൽ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് തട്ടി പല ആംഗിളിലും ഡിഫ്രാക്ട് ചെയ്യുന്നു. സോ യൂസിങ് ദിസ് ടെലസ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ആംഗിളും, അതായത് നോർമൽ ഇൻസിഡൻസ് ആണെങ്കിൽ ആ നോർമൽ ഇൻസിഡൻസിൽ നിന്ന് ഓരോ ആംഗിൾ മാറിയിട്ടാണല്ലോ ഡിഫ്രാക്ഷൻ നടക്കുക. സോ വി ആർ മെഷറിങ് ദ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ യൂസിങ് ദി സ്പെക്ട്രോമീറ്റർ. സോ എത്രത്തോളം നോർമലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് ഓരോ പ്രിൻസിപ്പൽ മാക്സിമം ക്രിയേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ ഈ സ്പെക്ട്രോമീറ്റർ വെച്ച് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഓൺലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് എക്യുപ്മെന്റ് ഈസ് കോൾഡ് സ്പെക്ട്രോമീറ്റർ. ഓക്കെ. നൗ അപ്പോൾ സ്പെക്ട്രോമീറ്ററുടെ അപ്പാരറ്റസിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയത്. ഓൾസോ വി നീഡ് എ പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് ആൻഡ് വി നീഡ് എ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ്. So in plane transmission grating 2 we use a laser source, but here normally we use a sodium vapor lamp which we know what is the wavelength. Air wedge-ന്റെ കേസിലും ന്യൂട്രൺ സ്ട്രിങ്സിന്റെ കേസിലൊക്കെ നമ്മൾ സോഡിയം വേപ്പർ ലാമ്പ് ആണ് യൂസ് ചെയ്തത്, because we know what is the wavelength of a sodium vapor lamp. It is an yellow light and it gives a wavelength of some 589 nanometer. Okay. Then what is the principle or the theory behind this experiment or the plane transmission grating? You already know what is the theory behind plane transmission grating. If a monochromatic light is incident on a grating, what happens? Light gets diffracted in all directions. Now on a direction theta, what happens? We will get, if we place a screen here, on some direction theta we will get a first principal maxima where the equation of plane transmission grating is satisfied. നമുക്ക് ഓർമ്മയില്ല, അഡ്ജസന്റ് സ്ലിറ്റുകളിൽ നിന്നുള്ള വേവ്സ് എടുത്തിട്ട് നമ്മൾ പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. ഓക്കെ. സോ ദാറ്റ് മീൻസ് from this equation of plane transmission grating or diffraction grating, we can say for n is equal to 1 we will get a principal maxima here. For n is equal to 2 we will get second principal maxima. Similarly in the upper side or the നമ്മൾ ഈ ഫിഗറിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ on left side we will get first principal maxima here. Okay.
on the same theta, and we will get second principal maxima here. Okay, so ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു മിനിറ്റ് കൊണ്ട് എന്താണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മളിവിടെ ഒരു എന്ത് വെച്ചിട്ടാണ്, സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് ലൈറ്റ് ഇൻസിഡൻ്റ് ആയിട്ട് സ്പെക്ട്രം ഇവിടെ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ആദ്യം സ്പെക്ട്രത്തിൻ്റെ ക്രോസ് വയർ ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമ അല്ലെങ്കിൽ ഒരു അബ്സോർപ്ഷൻ ലൈൻ നമുക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമയിൽ കൊണ്ടുവെക്കും. ദെൻ വി വിൽ റൈറ്റ് ദ മൈക്രോസ്കോപ്പിക് റീഡിങ്. അതിൻ്റെ മൈക്രോസ്കോപ്പിക് റീഡിങ് അല്ലെങ്കിൽ വെർനിയർ റീഡിങ് നമ്മൾ എടുക്കും 1.34 ഡിഗ്രി, സേ ദാറ്റ്. ദെൻ വി വിൽ മൂവ് ടു ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമ ഇൻ ദ അതർ സൈഡ്. പിന്നെ മറ്റേ സൈഡിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതർ സൈഡിൽ അപ്പർ പാർട്ടിലും ഒരു ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം ഉണ്ടാകുന്നുള്ളൂ. സോ വി വിൽ മൂവ് ടു ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമ ഇൻ ദ അതർ സൈഡ് ആൻഡ് വി വിൽ ടേക്ക് ദ റീഡിങ് ഓഫ് ഓർ ദി വെർനിയർ റീഡിങ് ഓഫ് that side also, or the spectroscopic reading of that side also. Say it is some 93.5 degree. Then we will subtract these two values reading in the either two sides. That means 93.5 minus 1.34. Then we will get some, say that 92 point something. Then what is that angle? That angle is the angle between the first principal maxima in the either sides of spectra. അതായത് ഒരു പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് കാരണം ഉണ്ടാകുന്ന രണ്ട് ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം ഉണ്ടാവുമല്ലോ. സെൻട്രൽ മാക്സിമത്തിന്റെ അപ്പുറത്തും സെൻട്രൽ മാക്സിമയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം ഉണ്ടാവും. സോ നമ്മൾ ഈ രണ്ട് ആംഗിളും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമയും തമ്മിലുള്ള ആംഗുലാർ ഡിഫറൻസ് ആണ്. ഓർ വി ആർ ഡിറ്റർമൈനിങ് 2 theta. Understand? So if we can determine 2 theta, then we can find what is theta. So theta കിട്ടി കഴിഞ്ഞാൽ we can substitute here or from this expression. ഇതാണ് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിന്റെ എക്സ്പ്രഷൻ. നമുക്കറിയാം, we know what is the grating equation. This is the grating equation where theta is the angle of diffraction, or what is the angle between angle that the diffracted ray make with horizontal, that is angle of diffraction. At n, capital N is the number of lines per centimeter in a unit length in a diffraction grating, and small n is the order of spectrum. Here we are taking here we are only considering first order spectrum. n equal to 1 മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. And here lambda, this is the variable we want to find out. Here lambda is the wavelength of laser light used. Sorry, here it is not the laser light, it is the monochromatic light source, say sodium vapor lamp. So this lambda is the wavelength which is unknown. So from this equation, grating equation, we can write the wavelength is given by lambda is equal to sin theta by nn. So when doing this experiment, we are actually measuring this angular difference. അതായത് സെൻട്രൽ മാക്സിമയുടെ എതിർ സൈഡിലും ഉണ്ടാകുന്ന ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമകൾ തമ്മിലുള്ള ആംഗുലർ ഡിഫറൻസ് മെഷർ ചെയ്യുന്നു. Then what is that angular difference? That angular difference is 2 theta, because this is theta angle. This ray is making an angle of theta between first diffracted ray, and this angle is making angle theta between second diffracted ray. Then we can say that the total angular difference between the first principal maxima on the either side of central maxima is given by 2 theta. So if we know 2 theta, we can simply write what is theta by dividing by 2. Then we will get the wavelength lambda equal to sin theta by nn. And this capital N is the number of lines in the lines in the diffraction grating per unit length. And the small n is equal to 1. We are only considering first order spectrum. Okay. മനസ്സിലായില്ലേ? So next one is procedure. The procedure is the first procedure is the adjustment to set the grating for normal incident. That means we want to ensure that the light ray will incident on the grating by in a normal incidence. അതായത് ലൈറ്റ് നോർമൽ ഇൻസിഡന്റ് ആയിട്ടാണ് ഗ്രേറ്റിംഗിൽ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നു. അതായത് ഒരു ആംഗിളാണ് ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്ന ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ characteristics ഒക്കെ മാറും. So we can measure correctly or predict correctly what is the wavelength. So we want to ensure the light ray want to incident normally on this grating. So for that we are doing some adjustment in our സ്പെക്ട്രോമീറ്ററിൽ ചില അഡ്ജസ്റ്റ്മെന്റ് നടത്തും. പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതായത് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, സോ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ക്രോസ് വയർ ഫോക്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഫോർ ദാറ്റ്
പ്രൊസീജിയർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതിനുവേണ്ടി ഒരു ഫിഗറിലേക്ക് പോകാം. ഓക്കെ, ഓക്കെ. സോ ഇത് വേറെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയുടെ ലാബ് മാനുവൽ നിന്ന് കിട്ടിയ ഫിഗറാണ്. ഓക്കെ, this is the whole figure of this experiment, and we know this is the spectrometer. So this is the slit, or through this slit we are incidenting light, a monochromatic light source. See, say here there is a monochromatic light source or a sodium vapor lamp, then the light is incidenting normally on this slit. But we also want to ensure that this light would normally incident on this grating also. അത് ഗ്രേറ്റ്, നമ്മളിവിടെ ഇത് ഗ്രേറ്റിംഗ് ഹോൾഡർ ആണ്, ഇതിൻ്റെ ഉള്ളിൽ ഗ്രേറ്റിംഗ് ഇറക്കി വെക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഇതിന് ഗ്രേറ്റിംഗ് ഹോൾഡർ എന്ന് വിളിക്കുന്നത്. സോ ഈ ഗ്രേറ്റിംഗിനും ലൈറ്റ് നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്യണത് നമ്മൾ എൻഷുർ ചെയ്യണം. ഫോർ ദാറ്റ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യും? ഫോർ ദാറ്റ് നമ്മൾ ഗ്രേറ്റിംഗിലൊന്നുമല്ല, ഈ ടെലസ്കോപ്പ് എന്ത് ചെയ്യുന്ന വെച്ചാൽ വേറെ ഒരു വൈറ്റ് സ്ക്രീനിൽ, അത് ഉദാഹരണത്തിന് നമ്മുടെ ലാബിലെ വൈറ്റ് വാളിന് ചുമരൻ എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്ത് പിടിക്കും. നൗ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ സ്ലിറ്റ് ഗ്രേറ്റിംഗ് വെക്കാതെ ഈ സ്ലിറ്റിനെ ഒബ്സർവ് ചെയ്യും. ദെൻ വി ഫോക്കസ് ടു, അതായത് സ്ലിറ്റ് ഏറ്റവും നല്ല കാണുന്ന വിധത്തിൽ ഫോക്കസ് ചെയ്യും. ഓക്കെ, ആ ഫോക്കസ് ചെയ്തൊരു പൊസിഷൻ ഉണ്ടാവുമല്ലോ വെർനിയർ സ്കെയിലിൽ, അത് നമ്മൾ നോട്ട് ചെയ്തെടുക്കും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും? വി മൂവ് ദിസ് ടെലസ്കോപ്പ് ഇൻ ടു 90 ഡിഗ്രി. നമ്മൾ 90 ഡിഗ്രി ടെലസ്കോപ്പ് മൂവ് ചെയ്യും. ഓക്കെ, then we move this prism table, then അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേറ്റിംഗ് വെക്കും, ലൈറ്റ് ഓൺ ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്? ലൈറ്റ് വിൽ ഇൻസിഡന്റ് ഓൺ ദിസ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. then we will move this grating table or this spectrum table or grating വെച്ചിരിക്കുന്ന ടേബിൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇത് we will move this stand until which the light get reflected from this diffraction grating. അതായത് ലൈറ്റ് വന്ന് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗിന്റെ ഏതെങ്കിലും ഒരു സർഫസിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ ടെലസ്കോപ്പിൽ ഇൻസിഡന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ടേബിൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? ഈ ആംഗുലാർ മെഷർമെന്റ് ഒക്കെ നടത്താൻ പോകുന്നത്. സോ ബൈ ഡൂയിങ് ദാറ്റ് വി ആർ എൻഷുറിങ് ദാറ്റ് ലൈറ്റ് ഗെറ്റ് ഇൻസിഡന്റ് ഓൺ ദിസ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് നോർമലി. അത് ചെയ്യുന്ന പോലെ നമ്മൾ എന്താ എൻഷുർ ചെയ്യുന്നത്? ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ലൈറ്റ് നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നു എന്നാണ്. അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗും ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതുവരെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, കാരണം അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ വെൻ വി ആർ ഡൂയിങ് ദിസ് എക്സ്പെരിമെന്റ് വി വിൽ വി വാണ്ട് ടു മേക്ക് എൻഷുർ ദ ലൈറ്റ് റേസ് വുഡ് ഫാൾ ഇൻ ടു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് നോർമലി. സോ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സോ ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗ്രേറ്റിംഗിൽ ലൈറ്റ് നോർമലായിട്ട് ഇൻസിഡന്റ് ചെയ്യിക്കുക എന്നതാണ്. ഓക്കെ, so after incidenting, so what happened after monochromatic light ray get incident on this diffraction grating, then we know it will on different angles. ഇങ്ങനെ നമ്മൾ ഇൻസിഡന്റ് ചെയ്യിച്ചാൽ പല ആംഗിളിലും എന്ത് ചെയ്യും? ലൈറ്റ് ഡിഫ്രാക്ട് ചെയ്യും. സോ കൺസിഡർ, then we will get first, if we are using monochromatic light source, we have first principle maxima, we have second principle maxima. So we are only considering about, നമ്മൾ ആകെ എടുക്കുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമയുടെ കേസിലാണ്. സോ first we move the crosswire to, നമുക്ക് സെൻട്രൽ മാക്സിമ കാണാൻ പറ്റും. സോ വി വിൽ മൂവ് അവർ ക്രോസ് വയർ ടു. സോ നമ്മൾ ടെലസ്കോപ്പിൽ കാണുമ്പോൾ നമുക്കൊരു ക്രോസ് വയർ, ആൻഡ് സ്റ്റഡി ന്യൂട്ടൺസ് റിംഗ്സ് എക്സ്പെരിമെന്റ് യു നോ വാട്ട് ഈസ് എ ക്രോസ് വയർ. സോ നമ്മൾ മൈക്രോസ്കോപ്പിലായാലും ടെലസ്കോപ്പിലേക്ക് നോക്കുമ്പോൾ ഒരു ക്രോസ് വയർ കാണാൻ പറ്റും. സോ ക്രോസ് വയർ ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമയിൽ കൊണ്ടുവെക്കുക. place the crosswire in first principle maxima. Then take the vernier, take the readings, take the scale reading. അപ്പോൾ സ്കെയിൽ റീഡിംഗ് എടുക്കുക. ഇത് ആംഗുലാർ മെഷർമെന്റ് ആണ്, ആംഗുലാർ റീഡിംഗ് ആണ് ഇവിടെ കാണുന്നത്. ദെൻ മൂവ് ത്രൂ സെൻട്രൽ മാക്സിമ. അതായത് ലൈറ്റിങ്ങിന് ഇൻസിഡന്റ് ചെയ്യുന്നു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗിൽ. Okay, the we will get a central maxima here. Here we will get first principal maxima, then second principal maxima. Similarly, in this side also we will get first principal maxima. Now, so we are observing. So figure നിങ്ങൾ imagine ചെയ്തു നോക്കുക ഇങ്ങനെ. So we are observing from here. So first coincide our crosswire with the first principal maxima in either one of side. Then move this first our crosswire to first principal maxima in the other side. Then take the reading here, take the reading here. Then subtracting these both readings gives the angular difference between both the first principal maxima, that is 2 theta. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ
സോ പ്രൊസീജിയർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ഫിഗറിലേക്ക് പോയത്. സോ പ്രൊസീജിയർ മനസ്സിലായില്ലേ? പ്രൊസീജിയറിൽ ഒന്നാമത്തെ ഭാഗം മനസ്സിലായില്ലേ? സോ വി വാണ്ട് ടു എൻഷുർ ദാറ്റ് അവർ ലൈറ്റ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഈസ് ഇൻസിഡന്റിങ് അവർ ഗെറ്റ് ഇൻസിഡന്റ് ഓൺ അവർ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് നോർമലി. ആൻഡ് സെക്കൻഡ് ഈസ് ഡിറ്റർമൈനിങ് ദ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. സോ അത് ഞാനിപ്പോൾ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. The light get incident on this diffraction grating, we will consider that we will get first diffraction, consider that we will get first principal maxima here, and second നമുക്ക് ഈ ആംഗിൾ മൂവ് ചെയ്തുകൊണ്ടിരുന്ന അവിടെ സെക്കൻഡ് പ്രിൻസിപ്പൽ മാക്സിമ തേർഡ് പ്രിൻസിപ്പൽ മാക്സിമ ഒക്കെ ഉണ്ടാവും. പക്ഷെ ഡോണ്ട് കൺസിഡർ അബൌട്ട് ഇറ്റ്, ഓൺലി ടേക്ക് അറ്റൻഷൻ ടു ദ ഫസ്റ്റ് ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമ വിച്ച് ഈസ് ഇൻ either side of central maxima. Then coincide our crossfire with the first principal maxima or the first line we have seen from the central maxima. Central maxima കഴിഞ്ഞ് കാണുന്ന ആദ്യത്തെ ലൈനിൽ നമ്മുടെ ക്രോസ് ഫയർ കോയിൻസൈഡ് ചെയ്യിക്കുക, അവിടെയുള്ള റീഡിങ് എടുക്കുക. സിമിലർലി തിരിച്ചു വന്നിട്ട് ഈ ഫസ്റ്റ് സെൻട്രൽ മാക്സിമ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബ്രൈറ്റ് ലൈനിൽ ക്രോസ് ഫയർ കോയിൻസൈഡ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവിടെയുള്ള റീഡിങ് എടുക്കുക, രണ്ട് തമ്മിൽ മൈനസ് ചെയ്യുക, അത് സബ്സ്ട്രാക്ട് ചെയ്യുക. Then we will get the value 2 theta. If we get 2 theta, then we can easily what is the value of theta? What is the diffraction angle of diffraction in case of first order principal maximum or the first order maximum case diffraction angle theta കിട്ടി. Then we can easily write what is the wavelength of light we have used. നമ്മൾ യൂസ് ചെയ്ത ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്താ? Using grating equation we can write lambda is equal to sin theta by n. Okay, so 2 theta മെഷർ ചെയ്തു. സോ 2 തീറ്റയിൽ നിന്ന് തീറ്റ കിട്ടി. സോ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, n is equal to 1 കൊടുക്കുക. സോ ലാംഡ is equal to sin theta by n. n നമുക്ക് ഓൾറെഡി നമ്പർ ഓഫ് ലൈൻസ് ഇൻ ഗ്രേറ്റിംഗ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻ ഗ്രേറ്റിംഗ് ഓൾറെഡി തന്നിട്ടുണ്ടാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രൊസീജിയർ. Then this is the observation and calculation. And observation and calculation is ഒബ്സർവേഷനും കാൽക്കുലേഷനും കുറച്ചൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാകുന്നത് എപ്പോഴാണ്? ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കേണ്ട സമയത്താണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ന്യൂട്ടൺസ് റിങ്സ് പഠിച്ചപ്പം പിച്ച് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? സോ ഓരോ എക്യുപ്മെന്റിന്റെ മെഷർമെന്റിൽ ഈ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അതിന് മെഷർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ വാല്യൂ, വാട്ട് ഈസ് ദ ലീസ്റ്റ് വാല്യൂ ഇറ്റ് ക്യാൻ മെഷർ യൂസിങ് ദാറ്റ് എക്യുപ്മെന്റ്. സോ ഹിയർ അവർ സ്പെക്ട്രോമീറ്റർ ഓർ അവർ സ്പെക്ട്രോസ്കോപ്പ് ഈസ് മെഷറിംഗ് ആംഗിൾ, in which angle the light gets diffracted. That is our spectrometer is measuring. So our instrument is measuring angle. So the least angle will be what is the least angle which can be measured? ഈ എക്യുപ്മെന്റിന് മെഷർ ചെയ്യാൻ പറ്റിയ ഏറ്റവും കുറഞ്ഞ ആംഗിൾ എന്താണ്? അതാണ് ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. സോ take what is the value of one, what is the value of one main scale division? If it is 30 minute, the number of divisions on vernier, if it is 30, then we can say least count is equal to value of 1 MSD by number of divisions in vernier, that is equal to 30 by 30, that is equal to 1. That gives that the least value of angle that can be measured with this equipment or this spectroscope is 1 minute. അതായത് ഈ എക്യുപ്മെന്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ ആംഗുലാർ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? 1 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഡിഗ്രിയിൽ നിന്ന് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, മിനിറ്റിൽ നിന്ന് സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ദാറ്റ് മീൻസ് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 60 മിനിറ്റ്. ഓക്കെ, സോ ആ കൺവേർഷനൊക്കെ നിങ്ങളിവിടെ ആംഗുലാർ ഡിഫറൻസ് ഒക്കെ എടുക്കുമ്പോൾ 2 തീറ്റ മെഷർ ചെയ്യുമ്പോൾ ആ കൺവേർഷനൊക്കെ നടത്തേണ്ടി വരും. ഓക്കെ, so least quantity, then we have a main scale and vernier scale. ഈ ലീസ്റ്റ് കൗണ്ടിന്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? നമുക്കൊരു മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും ഉണ്ടാവുന്നു. ഓക്കെ, now I am showing that. സോ നമുക്ക് രണ്ട് മെയിൻ സ്കെയിലും വെർനിയർ സ്കെയിലും ഉണ്ടാവും, രണ്ട് സൈഡ്, two sides of our spectroscope. Now we are only considering the one of the readings. Okay, so this is the vernier scale and this is the main scale. So നമ്മൾ നമ്മുടെ പ്രിൻസിപ്പൽ മാക്സിമയിൽ ക്രോസ് വയർ കോയിൻസൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. Then what is the main scale reading? Main scale reading is the reading in main scale. This is the main scale and this is the vernier scale. And what is main scale reading? Main scale reading is the reading in this main scale which coincide with the 0 in this. The vernier scale 0 coincide ചെയ്യുന്ന main scale reading ആണ് എന്ത്? MSR or main scale reading. Then what is VSR? Vernier scale reading.
വെർണിയർ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്ന പല എക്യുപ്മെന്റിന്റെ കേസിലും സെയിം ആണ്. വിച്ച് ലൈൻ ഇൻ ദ വെർണിയർ സ്കെയിൽ ഈസ് കോയിൻസൈഡിങ് വിത്ത് എനി ഓഫ് ദ ലൈൻസ് ഇൻ ദ മെയിൻ സ്കെയിൽ. അതായത് മെയിൻ സ്കെയിലിൽ ഏതെങ്കിലും ഒരു ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് വെർണിയർ സ്കെയിലിലെ എത്രാമത്തെ ലൈനാണ് സീറോയിൽ നിന്ന് എണ്ണുമ്പോൾ. ഹിയർ ഇറ്റ് ഈസ് 30th ലൈൻ. സോ നമ്മളിവിടെ എണ്ണാൻ തുടങ്ങി കഴിഞ്ഞാൽ ദ 30th ലൈൻ കോയിൻസൈഡ് വിത്ത് ദ വൺ ഓഫ് ദി division lines in the main scale. So we can say vernier scale reading is 30. Then what is the total reading or the total angular position of this? നമ്മൾ മെഷർ ചെയ്യുന്ന പ്രിൻസിപ്പൽ മാക്സിമത്തിന് ടോട്ടൽ ആംഗുലർ പൊസിഷൻ എന്താണ്? സോ ഇറ്റ് ഈസ് ഗിവൺ ബൈ ടോട്ടൽ ആംഗുലർ പൊസിഷൻ ഈക്വൽ ടു MSR മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് VSR ഇൻറ്റു LC. എല്ലാത്തിന്റെ കേസിലും സെയിം ആണ്. സോ ദിസ് ഈസ് ഹൗ വി മെഷർ what is the angular position of each principal maxima or the spectrum. Then ഒരു ആംഗുലർ പൊസിഷൻ മെഷർ ചെയ്തു MSR plus VSR into LC. Then move to another principal maxima, again measure using this procedure. Then we will get another reading. Then subtract from this two. Then we will get what is the angular difference between that maximum. So here we have what is the angular difference? It is 2 theta. Okay. So ഈ റീഡിംഗ് ഏകദേശം മനസ്സിലായല്ലോ എങ്ങനെ എടുക്കുന്നതെന്ന്. Okay. Now we have an observation column. We want to write what is the order of spectrum. Here we are only considering first order spectrum. So we say that order of spectrum is equal to 1. Then what color of spectral line? നമ്മളിപ്പോൾ റെഡ് ലൈറ്റ് ആണ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗിൽ ഇൻസിഡന്റ് ചെയ്യുന്നെങ്കിൽ റെഡ് ലൈറ്റ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമ സെക്കൻഡ് പ്രിൻസിപ്പൽ മാക്സിമയിലൊക്കെ കാണുന്നത്. സോ വാട്ട് ഈസ് ദ കളർ ഓഫ് സ്പെക്ട്രൽ ലൈൻ? സോ ഒബ്സർവ് ഇൻ ടെലിസ്കോപ്പ് and we can identify what is the color. So normally using a sodium vapor lamp, we know we get an yellow in all the central maxima, principal maxima. We get yellow if we use a yellow light. Okay. Then readings correspond to spectral lines. Spectral line corresponding and readings. Okay. Now we get a left reading and a right reading. Left reading, right reading എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തിട്ട് എന്ത് പറ്റും? ലെഫ്റ്റ് സൈഡിൽ ഒരു ഫസ്റ്റ് ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമം ഉണ്ടാവും, റൈറ്റ് സൈഡിൽ ഒരു സെക്കൻഡ് ഓർഡർ പ്രിൻസിപ്പൽ മാക്സിമം ഉണ്ടാവും. ലെഫ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗുലർ റീഡിംഗ്, റൈറ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗുലർ റീഡിംഗ് ആണ്. സോ ലുക്ക് അറ്റ് ദിസ് കോളം, അല്ല പിന്നെ ഈ സെല്ലൊന്ന് ജസ്റ്റ് ഈ കോളം ഒന്ന് നോക്കി. ദ ഡിഫറൻസ് 2 theta is equal to A minus B or ലെഫ്റ്റ് റീഡിംഗ് മൈനസ് റൈറ്റ് റീഡിംഗ്. സോ ഇറ്റ് ഗിവ്സ് ദ ആംഗുലർ പൊസിഷൻ 2 theta. സോ അതാണ് ചെയ്യുന്നത്. സോ ലെഫ്റ്റ് റീഡിങ്ങിലെ വെർണിയർ ഫസ്റ്റ് വെർണിയർ 1 ടേക്ക് ദ വെർണിയർ 1 ആൻഡ് വെർണിയർ 2. സോ ഈ രണ്ട് മെഷർമെന്റ്, രണ്ട് വെർണിയർ സ്കെയിലുകൾ ഉണ്ട് നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിൽ. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അതിൻ്റെ ശരിക്കും രണ്ട് വെർണിയർ സ്കെയിലിന്റെ ആവശ്യമില്ല, പക്ഷെ കുറച്ചും കൂടി പ്രിസൈസ് മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് വെർണിയർ സ്കെയിൽ. അതായത് പ്രിസൈസ് എന്ന് പറഞ്ഞാൽ പ്രസിഷൻ ഒട്ടും കൂടുന്നില്ല, ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. മീനോ അക്യുറേറ്റ്ലി മീൻ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു വാല്യൂ കിട്ടും. സോ അതിനാണ് വെർണിയർ സ്കെയിൽ എടുക്കുന്നത്. സോ coincide our crosswire with one of the spectral lines and write what is the MSR, what is the VSR, then what is the total reading. By total reading is equal to MSR plus VSR into least count. Similarly that reading in vernier 2. Then coincide our crosswire with the first principal maxima or one of the spectral lines in the right side. Then take the reading as MSR, VSR and total. Take both for both the vernier scale. Then write what is the difference between 2 theta, what is the angular difference between two spectral lines, that is given by A minus B, or the reading of here minus reading of in this column minus reading of this column. So നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വെർണിയർ 1ന്റെ ടോട്ടലിൽ നിന്ന് വെർണിയർ 1ന്റെ ഇതിന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യണം. സോ അതുപോലെ തന്നെ വെർണിയർ 2ന്റെ കേസിൽ വെർണിയർ 2ന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് റീഡിംഗ് ആണ് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്. So here we have vernier 1. What is the angular difference 2 theta in the case of vernier 1? Here we have the angular difference of 2 theta in the vernier 2. So we will get 2 theta here. Then divide that value by, and also we have a mean value. So vernier 1 vernier 2 നമുക്ക് 2 theta ക്ക് ഒരു mean value തരും. So ആ mean value നമ്മൾ എടുക്കാം. Say it is some 30 degree. Then what is theta? If 2 theta is equal to 30 degree, then it is 15 degree. Then what is the wavelength lambda? Then lambda is equal to sine theta by n. Then we know what is theta. Then the lambda is equal to sine 15 by n. So this is how we use our observation column to calculate the wavelength of light we have used.
Okay. Then after that, we can write the result. What is the wavelength of monochromatic light used? So നമ്മൾ സോഡിയം പേപ്പർ ലാമ്പാണ് യെല്ലോ ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും നമ്മുടെ റിസൾട്ട്. യെല്ലോ ലൈറ്റ് സം 589 നാനോമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ ഓക്കെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സ്പെരിമെന്റ് എന്താ? വി ഡിസ്കസ്ഡ് അബൌട്ട് പ്ലെയിൻ ട്രാൻസ്മിഷൻ ഗ്രേറ്റിംഗ് 2. What is a plane transmission grating? It is a optical instrument which gives a diffraction pattern when we incident it by a monochromatic light source. So എന്ത് ചെയ്യുന്നു, നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് വെച്ചിട്ട് ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗിൽ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നു. Then what will happen? We will get diffraction pattern, or we will get at some angular point first principal maximum on either side, similarly second principal maximum on either side. So based on this equation, grating equation, ഇത് തിയററ്റിക്കൽ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തിയററ്റിക്കൽ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നൗ ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമ ഒബ്സർവ് ചെയ്യും, അതിന്റെ ആംഗുലർ പൊസിഷൻ നോട്ട് ചെയ്യും. സിമിലർലി ഇപ്പൊ റൈറ്റ് സൈഡിലത്തെ ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം അല്ലെങ്കിൽ ഫസ്റ്റ് സ്പെക്ട്രൽ ലൈനിന്റെ ആംഗുലർ മെഷർമെന്റ് എടുത്തെങ്കിൽ then we move our cross wire to the first principal maxima in the left side and take the angular position. ആംഗുലർ പൊസിഷൻ രണ്ട് ആംഗുലർ പൊസിഷൻ എടുത്തും എന്നിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യും അല്ലെങ്കിൽ മൈനസ് ചെയ്യും. ദെൻ വി വിൽ ഗെറ്റ് വാട്ട് ഈസ് ദ ആംഗുലർ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ബോത്ത് ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം ഓർ ദി സെൻട്രൽ മാക്സിമം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്പെക്ട്രൽ ലൈൻ തമ്മിലുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് തമ്മിലുള്ള ആംഗുലർ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 2 theta. We can see that is 2 theta. That means in this equation we have lambda is equal to sin theta by theta. Then if we get 2 theta, then simply we can calculate theta, and simply we can calculate the what is the wavelength of light used. ഇതാണ് ഈ എക്സ്പെരിമെന്റിൽ ആകെ ചെയ്യുന്നത്. അതായത് നമ്മൾ സ്പെക്ട്രൽ ലൈൻ സ്പെക്ട്രോസ്കോപ്പ് വെച്ച് ഒബ്സർവ് ചെയ്യും, ഫസ്റ്റ് പ്രിൻസിപ്പൽ മാക്സിമം തമ്മിലുള്ള ആംഗുലർ പൊസിഷൻ ആംഗുലർ ഡിഫറൻസ് മെഷർ ചെയ്യും, അതാണ് 2 തീറ്റ. അത് കിട്ടിക്കഴിഞ്ഞാൽ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഗ്രേറ്റിംഗ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മളെ ഈ ഡിഫ്രാക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിൻസിപ്പൽ മാക്സിമം അല്ലെങ്കിൽ സ്പെക്ട്രൽ ലൈനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സിന്റെ വേവ് ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞ കാര്യത്തിൽ? ഇനി എന്തെങ്കിലും ക്ലിയർ ആക്കണോ? പറഞ്ഞത് മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടെ. അതായത് പറഞ്ഞത് എല്ലാം ഒന്നും മനസ്സിലായിട്ടുണ്ടാവും അറിയാം, ചെയ്യേണ്ട എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുള്ള, പക്ഷെ ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നവർ ഒരു തംസപ്പ് ഇട്ടെ. ഓക്കെ, ഓക്കെ. അപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. സോ സംശയം ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കുക. നമുക്ക് പിന്നെ എക്സ്പെരിമെന്റ് ഡയറക്റ്റ് ലെവലിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ചില കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഈ ചെയ്യുമ്പം പ്രൊസീജിയറത്തെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാനുണ്ട്. അത് തിയററ്റിക്കൽ ക്ലാസ്സിൽ ഒരു വൈറ്റ് ബോർഡ് വെച്ച് പറയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവാന്ന് പറയുന്നത് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. സോ ഓക്കെ, എങ്കിലും ഓക്കെ, ഞാൻ പറഞ്ഞ റെക്കോർഡൊക്കെ പെട്ടെന്ന് തന്നെ എഴുതി സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് എന്തായാലും വൈവ മാർക്കൊക്കെ ഉണ്ടാവും. കൂടാതെ നാളത്തെ വൈവ മറക്കണ്ട. ആദ്യത്തെ ഒരു 10 ആൾ എന്തായാലും തയ്യാറായിട്ടിരിക്കുക വൈവയ്ക്ക്. അതായത് ഡെറിവേഷൻ ഒന്നും കാണാപ്പാടൊന്നും പഠിക്കണ്ട, ജസ്റ്റ് കൺസെപ്റ്റ് പഠിച്ചാൽ മതി. എന്താണ് വേവ്, എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്, അല്ലെങ്കിൽ എന്താണ് കൊസൈൻ ലോ, അതുപോലെ ജസ്റ്റ് കൺസെപ്റ്റ് പഠിച്ചാൽ മതി. സോ നാളെ എങ്ങനെയാണ് വൈവ നടത്തുന്നതെന്ന് നാളെ പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറ്റൻഡൻസ് പറഞ്ഞോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 17
18. 19. 20. 21. 22. 23. 24. 25. 26. 29. 30. 31. 32. 34. 35. 36. 37. 38. 39. 40. 41. 42. 44. 45. 46. 47. 48. 50. 51. 52. 54. 55. 56. 57. 58. 59. 60. 61. 62. 63. ഓക്കെ, ഞാൻ അബ്സെന്റ് മാർക്ക് ചെയ്തത് ഒന്ന് 16, പിന്നെ 28, പിന്നെ 47 അല്ല 49, പിന്നെ 53 ഷോണിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. ഓക്കെ, 53 ഉണ്ട്. സോ മാർക്ക് ചെയ്ത് 49, 16, 28. ഓക്കെ, ഓക്കെ. സോ താങ്ക് യു.